ഹായ്, MKN വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രോഷ്യയുടെ കുഞ്ഞു പ്രൊജക്റ്റുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് പ്രൊജക്റ്റ് എന്ന് നോക്കാം. ഞാൻ അക്രിലിക് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു 5mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ 5mm ഹുക്ക് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് ഇട്ട ശേഷം ഒരു 12 ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാം. 1 2 3 4 5 7 8 9 10 11 12. ഇപ്പോൾ 12 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് റോസ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. 2 ചെയിൻ സ്റ്റിച്ച്, 3 ചെയിൻ സ്റ്റിച്ച് ഞാൻ അധികം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളധികം 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടല്ലോ, അപ്പോൾ ആ 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണാം. 1 2 3 4. 4ാമത്തെ ചെയിനിലേക്ക് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഡബിൾ ക്രോഷ്യ. വീണ്ടും നമ്മൾ അതേ ഹോളിലേക്ക് തന്നെ വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും നമ്മൾ സെയിം ഹോളിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുത്തു. അങ്ങനെ ഇപ്പോൾ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയിൻ സ്റ്റിച്ചിൽ ഇതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. 1 2 3. ഇനി അടുത്തത് 3ാമത്തെ ചെയിൻ സ്റ്റിച്ചിൽ 1 2 2 3. 3 ചെയ്തെടുത്തു. ഇങ്ങനെ നമ്മൾ ഈ 12 ചെയിൻ സ്റ്റിച്ചിലും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. One 2 3. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ അവരവരുടെ ഫോട്ടോസ് നമുക്ക് അയച്ചു തരാം കേട്ടോ. ചെറിയ കുഞ്ഞു മക്കൾ മുതൽ വീട്ടമ്മമാർ വരെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പല കളേഴ്സിലൊക്കെ ചെയ്ത് നമ്മളുടെ ഇനി അങ്ങോട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഇതൊരു ആദ്യത്തെ ഒരു സൃഷ്ടിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
ഇനി ഏറ്റവും അവസാനത്തെ ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ വെച്ച് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിനുള്ളിൽ നിന്ന് അങ്ങോട്ടെടുത്ത് ഇതൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇതാ ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, റൗണ്ട് ഷേപ്പിൽ. ഇനി നമുക്കിതിനെ ഇങ്ങനെ പതുക്കെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഒരു റോസാപ്പൂവിൻ്റെ ഷേപ്പിലായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി നമുക്കൊരു നീഡിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഈ നീളം കൂടിയ അറ്റത്ത് നമ്മൾ സൂചിയിൽ നൂല് കോർക്കുക. നന്നായിട്ട് ചുറ്റി വെച്ചതിന് ശേഷം ഇവിടെ ഈ കാണുന്ന ഹോളുകളുണ്ടല്ലോ, അതിനുള്ളിലൂടെ നമ്മൾ തുന്നിക്കൊടുക്കുക. ഓരോ ഭാഗത്തുനിന്നും തുന്നിക്കൊടുക്കുക. എല്ലാ ഭാഗവും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ തുന്നി സെക്യൂർ ചെയ്ത് വയ്ക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡും അതിൻ്റെ നീഡിലും ഒക്കെ വെച്ച് ഫ്ലവറിൻ്റെ വലിപ്പത്തിൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്ന് 5 mm ഹുക്ക് യൂസ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്ര വലിയ ഫ്ലവർ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ഫ്ലവറായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് ബാക്കിലുള്ള മറ്റേ ത്രെഡുമായിട്ട് ഇത്ര നന്നായിട്ടൊന്ന് കെട്ടി ഉറപ്പിച്ച് വയ്ക്കാം. നമ്മുടെ റോസ് ഫ്ലവർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഇനി അടുത്ത ക്രോഷറ്റ് സീരീസിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.